പ്രിയമുള്ളവരെ, വചനജ്വാല 1573 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ 21 ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഇന്നത്തെ പൊൻസുദിനത്തിൽ നമ്മൾ ക്രിസ്തുമസിന് ഒരു ദിവസം കൂടി അടുക്കുകയാണ്. 1000 പുൽക്കൂട്ടുകളിൽ ഉണ്ണി പിറന്നാടും നിന്റെ ഹൃദയത്തിൽ യേശു പിറക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് നിനക്കെന്ത് പ്രയോജനം? നമ്മുടെ ഹൃദയങ്ങൾ നിർമ്മലമാക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മൾ ഇന്നത്തെ വചന വായനയിലേക്ക് പ്രവേശിക്കുന്നു. ഏശയ്യായുടെ പുസ്തകം 32 അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. നീതിയുടെ രാജാവ്. ഒരു രാജാവ് ധർമ്മനിഷ്ഠയോടെ ഭരണം നടത്തും. പ്രഭുക്കന്മാർ നീതിയോടെ ഭരിക്കും. അവർ കാറ്റിൽ നിന്ന് ഒളിക്കാനുള്ള സങ്കേതം പോലെയും കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അഭയസ്ഥാനം പോലെയും ആയിരിക്കും. വരണ്ട സ്ഥലത്ത് അരുവി പോലെയും മരുഭൂമിയിൽ പാറക്കെട്ടിന്റെ തണൽ പോലെയും ആയിരിക്കും. കാണുന്നവർ കണ്ണ് ചിമ്മുകയില്ല, കേൾക്കുന്നവർ ചെവി ഓർത്ത് നിൽക്കും. അവിവേകികൾ ശരിയായി വിധിക്കും. വിക്കന്മാരുടെ നാവ് തടവില്ലാതെ വ്യക്തമായി സംസാരിക്കും. ഭോഷൻ ഇനിമേൽ ഉത്തമനായി കരുതപ്പെടുകയില്ല. വഞ്ചകനെ ബഹുമാനനെന്ന് വിളിക്കുകയില്ല. വിഡ്ഢി ഭോഷത്വം സംസാരിക്കുന്നു. അധർമ്മം പ്രവർത്തിക്കുന്നതിനും കർത്താവിനെ ദുഷിച്ച് സംസാരിക്കുന്നതിനും വിശക്കുന്നവനെ പട്ടിണിക്കിടുന്നതിനും ദാഹിക്കുന്നവനെ ജലം നിഷേധിക്കുന്നതിനും അവന്റെ മനസ്സ് ദുഷ്ടമായി നനയ്ക്കുന്നു. വഞ്ചകന്റെ വഞ്ചനകൾ തിന്മയാണ്. അഗതിയുടെ അപേക്ഷ ന്യായയുക്തവുമായിരിക്കുമ്പോൾ പോലും വാക്കുകൾ കൊണ്ട് അവൻ നശിപ്പിക്കാൻ വഞ്ചകൻ ദുരാലോചന നടത്തുന്നു. കുലീനനായ കാര്യങ്ങൾ നനയ്ക്കുന്നു. ഉത്തമമായ കാര്യങ്ങൾക്ക് വേണ്ടി അവൻ നിലകൊള്ളുന്നു. അലസരായ സ്ത്രീകളെ എഴുന്നേറ്റ് എൻ്റെ സ്വരം ശ്രവിക്കുവിൻ. അലംഭാവം നിറഞ്ഞ പുത്രിമാരെ എൻ്റെ വാക്കിന് ചെവി തരുവിൻ. അലംഭാവം നിറഞ്ഞ സ്ത്രീകളെ, 1 വർഷത്തിലേറെയാകുന്നതിന് മുൻപ് നിങ്ങൾ വിറകൊള്ളും. എന്തെന്നാൽ മുന്തിരി വിളവ് നശിക്കും, വിളവെടുപ്പുണ്ടാവുകയില്ല. അലസരായ സ്ത്രീകളെ വിറകൊള്ളുവിൻ. അലംഭാവം നിറഞ്ഞവരെ നടുങ്ങുവിൻ. വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞ് അരയിൽ ചാക്കുടുക്കുവിൻ. മനോഹരമായ വയലുകളെയും ഫലപുഷ്ടിയുള്ള മുന്തിരിത്തോട്ടത്തെയും ചൊല്ലി മാറത്തടിച്ച് വിലപിക്കുവിൻ. മുള്ളും മുൾച്ചെടിയും നിറഞ്ഞ എൻ്റെ ജനത്തിൻ്റെ മണ്ണിനെ ചൊല്ലി, സന്തുഷ്ടമായ നഗരത്തിലെ സന്തുഷ്ട ഭവനങ്ങളെ ചൊല്ലി വിലപിക്കുവിൻ. ഉന്നതത്തിൽ നിന്ന് നമ്മുടെ മേൽ ആത്മാവ് വർഷിക്കപ്പെടുകയും മരുഭൂമി ഫലപുഷ്ടിയുള്ള വയലും ഫലപുഷ്ടിയുള്ള വയൽ വനവുമായി മാറുകയും ചെയ്യുന്നതുവരെ കൊട്ടാരം പരിത്യക്തമായി കിടക്കും. ജനസാന്ദ്രതയുള്ള നഗരം വിജനമാകും. കുന്നുകളും കാവൽമാടങ്ങളും വന്യമൃഗങ്ങളുടെ ഗുഹകളായി മാറും. അവ കാട്ടുകഴുതകളുടെ സന്തോഷവും ആടുകളുടെ മേച്ചിൽപ്പുറവുമാകും. അപ്പോൾ മരുഭൂമിയിൽ നീതി വസിക്കും. ഫലപുഷ്ടിയുള്ള വയലിൽ ധർമ്മനിഷ്ഠ കുടികൊള്ളും. നീതിയുടെ ഫലം സമാധാനമായിരിക്കും.
നീതിയുടെ പരിണിത ഫലം പ്രശാന്തതയും എന്നേക്കുമുള്ള പ്രത്യാശയുമായിരിക്കും. എൻ്റെ ജനം സമാധാനപൂർണമായ വസതിയിൽ പാർക്കും. സുരക്ഷിതമായ ഭവനങ്ങളിലും പ്രശാന്തമായ വിശ്രമ സങ്കേതങ്ങളിലും തന്നെ. വനം നിശേഷം നശിക്കുകയും നഗരം നിലംപതിക്കുകയും ചെയ്യും. ജലാശയങ്ങൾക്കരികെ വിതയ്ക്കുകയും കാളകളെയും കഴുതകളെയും സ്വതന്ത്രമായി അഴിച്ചുവിടുകയും ചെയ്യുന്നവർക്ക് ഭാഗ്യം. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വേദപാരംഗതനായ വിശുദ്ധ പീറ്റർ കനീഷ്യസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. ജർമ്മനിയുടെ രണ്ടാമത്തെ അപ്പസ്തോലനായ പീറ്റർ ജനിച്ചത് ഹോളണ്ടിൽ. മടിയനാണെന്നാണ് പീറ്റർ പറഞ്ഞിരുന്നതെങ്കിലും 19 വയസ്സിൽ എംഎ കഴിഞ്ഞ് ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് 3 കൊല്ലം കഴിഞ്ഞ് ഈശോ സഭയിൽ ചേർന്നു. 25 വയസ്സിൽ പൗരോഹിത്യം സ്വീകരിച്ചു. പുസ്തക പ്രസാദനവും കാരാഗ്രഹവാസികളെയും രോഗികളെയും സന്ദർശിക്കാനും മറ്റ് തിരുകർമ്മങ്ങൾക്കിടയിൽ സമയം കണ്ടെത്തിയിരുന്നു. ട്രെന്റ് സുനോദോസിന്റെ പല സമ്മേളനങ്ങളിലും പങ്കെടുക്കുകയും നടത്തിപ്പിന് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു. കോളേജിൽ പഠിപ്പിക്കാനും കോളേജുകളും സെമിനാറുകളും സ്ഥാപിക്കാനും മുൻകൈയെടുത്തു. പാഷണ്ഡികളോട് വാദപ്രതിവാദങ്ങൾ ചെയ്യുകയും പലരെയും സഭയിലേക്ക് ആകർഷിക്കുകയും ചെയ്തു. ഒരുപാട് പേരെ മാനസാന്തരപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നയതന്ത്ര വിദഗ്ധനായ പീറ്റർ പല തർക്കങ്ങളും പരാതി കൂടാതെ പരിഹരിച്ചിരുന്നു. ഒരു വേദോപദേശം എഴുതി പ്രസിദ്ധീകരിച്ചു. 12 ഭാഷകളായി 200 പതിപ്പുകൾ പ്രസിദ്ധീകൃതമായി. 70 വയസ്സിൽ ഒരു തളർച്ചയുണ്ടായെങ്കിലും സെക്രട്ടറി വഴി എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. 76 വയസ്സിലാണ് നിത്യ സമ്മാനത്തിനായി വിളിക്കപ്പെട്ടത്. പ്രിയമുള്ളവരെ, നമുക്ക് പീറ്റർ കനേഷ്യസിനെ പോലെ തിരുസഭയ്ക്ക് അധികം നൽകാനാവില്ലെങ്കിലും വിധവയുടെ കൊച്ചുകാശു പോലെ കുറച്ചേ ഉള്ളൂവെങ്കിലും നമ്മുടെ കഴിവ് പോലെ നമുക്ക് തിരുസഭയ്ക്ക് നൽകാം. പ്രിയമുള്ളവരെ, വിശുദ്ധ പീറ്റർ കനീഷ്യസിന്റെ വേദപാരംഗതനായ പീറ്റർ കനീഷ്യസിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.